നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ വന്ന സമയം മോശമായിപ്പോയി. ഏയ് ഇല്ല ഗൗതം, ഞങ്ങളുടെ എൻട്രി കറക്റ്റ് സമയത്താ, അല്ല പൂജ? അതെ, പക്ഷേ ഈ വേഷത്തിലെ അവസ്ഥയിലും നിധിയെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ കുട്ടിയെ താൻ അറിയോ? അറിയാം, ഞങ്ങളുടെ ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പിലെ ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. ഓ, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട്. വക്കീലും വൈഫും കൂടി വന്നത് ഇവൾക്ക് ജാമ്യം എടുക്കാനാണെങ്കിൽ കോടതിയിലേക്ക് ചെല്ല്. ഉടനെ ഇവളെ അവിടെ ഹാജരാക്കും. ഈ കേസിൽ അർജുൻ വക്കീൽ തോറ്റുപോകും. തൊണ്ടി മുതൽ പൂർണ്ണമായും കണ്ടെത്താത്തതുകൊണ്ട് കോടതി ഇവളെ പോലീസ് കസ്റ്റഡിയിൽ വിടും. അതിന് നിധി എവിടുന്ന് കൊണ്ടുപോയാലല്ലേ കോടതിയിൽ ഹാജരാക്കാൻ പറ്റൂ. അഡ്വക്കേറ്റ് അർജുൻ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണോ? ഹേയ്, ആന്റി തെറ്റിദ്ധരിച്ചു. ഇത് ഭീഷണിയൊന്നുമല്ല. തെറ്റ് ചെയ്യാത്ത ഒരാളെ എങ്ങനെയാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുക? ഞാനതാ ഉദ്ദേശിച്ചത്. കുറെ ചാരിറ്റീസ് ചെയ്തതിന്റെ പേരിലാണോ ഇവള് കുറ്റക്കാരി അല്ല എന്ന് നിങ്ങൾ പറയുന്നത്? ഒരിക്കലുമല്ല. നിധി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് പറ്റും. പൂജ, അതെങ്ങനെ? ഇങ്ങോട്ട് വരുന്ന വഴി ഞങ്ങള് ശിവാനിയെ കണ്ടു. ശിവാൻ, നിങ്ങൾ എങ്ങനെ എന്റെ മോളെ കാണും? നിധിയുടെ ഗുണ്ടകൾ അവളെ തട്ടിക്കൊണ്ട് പോയില്ലേ? കേട്ടിട്ടൊന്നും മിണ്ടാതിരിക്കേ, അവര് പറയട്ടെ. ഞങ്ങള് ഒരു ക്ലയന്റിനെ കണ്ടിട്ട് കാറിലേക്ക് വരികയായിരുന്നു. അപ്പോ ഒരു കേടായ കാറിനരിയില് കല്യാണ വേഷത്തിൽ ഒരു പെൺകുട്ടി നിൽക്കണ കണ്ടു. ശിവാനിയാണോന്ന് സംശയം തോന്നി ഞങ്ങള് ഗൗതം അയച്ച എൻഗേജ്മെന്റ് ഫോട്ടോസ് മൊബൈൽ എടുത്ത് നോക്കി. അങ്ങനെയാ അത് ശിവാനിയാണെന്ന് ഉറപ്പിച്ചത്. ഈ പാട്ട കാറല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ലേ കല്യാണ പെണ്ണിനെ കൊണ്ടുപോവാൻ? ഒന്നടങ്ങ് ശിവാനി, ഇപ്പൊ ശരിയാവും. എപ്പ ശരിയാവാനാ? നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോഴേക്കേ ഫ്ലൈറ്റ് മുംബൈയിലെത്തും. എന്തോ പ്രശ്നമുണ്ട്. ശിവാനി മണ്ഡപത്തിൽ നിന്ന് ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒളിച്ചോടിയതാണെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നേ. ഗൗതമിനൊന്ന് വിളിച്ചാലോ? വരട്ടെ. താനെന്തായാലും ഇതിന്റെ ഒന്ന് വീഡിയോ എടുത്ത് വെക്കേ. നാളെ ഗൗതമിന് ഒരു പ്രശ്നം വരാതിരിക്കാൻ ചിലപ്പോൾ അത് ഉപകാരപ്പെടും. ശരി. ഹലോ, മെക്കാനിക് ഇതുവരെ എത്തിയില്ലല്ലോ. സെൻട്രലൈസ്ഡ് AC കൺവെൻഷൻ സെന്ററിൽ കോടീശ്വരന്റെ താലിക്ക് കഴുത്ത് നീട്ടി കൊടുക്കണ്ട ഞാനാ. ഈ പൊരി വെയിലത്ത് വിയർത്തൊലിച്ച് പെരുവഴിയിൽ നിൽക്കുന്ന ശിവാനി, മെക്കാനിക്ക് വന്നോണ്ടിരിക്കുക. നിന്നെ ഞാൻ കൊല്ലും. അല്ല ശിവാനി, നീ പോയ ഗ്യാപ്പിലെങ്ങാനോ ഗൗതം നിധിയെ കല്യാണം കഴിക്കൂ? ഒരിക്കലുമില്ല. അതിനുള്ള പണി ഞാൻ ഒപ്പിച്ച് വച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്തു പണി? ഒരു 10 പവന്റെ മാല നിധി അറിയാതെ ഞാൻ അവളുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി സ്വർണ്ണ എന്റെ കയ്യില് സേഫാ. അതുകൊണ്ട് ഞാൻ അടിച്ചു പൊളിക്കും. പോരാത്തതിന് നിധി എന്റെ ആഭരണങ്ങളെ തട്ടിയെടുത്ത് എന്നെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് എന്റെ അമ്മയുടെ മൊബൈലിലേക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചേ അമ്മയെ കൊണ്ട് സ്റ്റേഷനിലെ പരാതി കൊടുക്കാനും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മിക്കവാറും ഇപ്പൊ പോലീസ് മണ്ഡപത്തിൽ എത്തിക്കാണും.
നിന്റെ ബുദ്ധി അപാരം. മോഷണ കേസിൽ നിധി അകത്തു ആവും. നീ ബോളിവുഡിൽ സ്റ്റാർ ആവുകയും ചെയ്യും. പാവം ഗൗതം തേഞ്ഞൊട്ടും. എന്തൊരു ക്രിമിനൽ മൈൻഡ് അവളുടെ. ഹുഫ്, ഇവളെ ഗൗതം വിവാഹം കഴിക്കാതിരുന്ന നന്നായി. കട്ട് ചെയ്തേ. ദേ അങ്ങോട്ട് ചെന്ന് രണ്ടിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയാലോ? എന്നിട്ട് എന്തിനാ ഇവൾ ഏതോ പാവം പെൺകുട്ടിയെ കൊടുക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടില്ലേ? അതെ, നമുക്ക് എത്രയും വേഗം മണ്ഡപത്തിൽ ചെന്ന് അവളെ രക്ഷിക്കണം. അല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റിന് അവളുടെ ജീവിതം നശിക്കും. അപ്പൊ ഇവര് രക്ഷപ്പെടില്ലേ? പോകുന്ന വഴിക്ക് വിവരം നമുക്ക് പോലീസിനെ വിളിച്ചറിയിച്ച് ലൊക്കേഷൻ അയക്കാം. വാ. പൂജ പറഞ്ഞു കേട്ട് ഹൃദയിൽ ഇങ്ങോട്ട് വന്നാൽ നന്നായി. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി നിധി ഒരു കൊടും കുറ്റവാളിയാക്കുമായിരുന്നു. ദേ ഇവിടെ വന്ന് ഒരു കള്ളക്കഥ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ ആരും മണ്ടന്മാരും മണ്ടികളൊന്നും അല്ല. നിധിയുടെ അച്ചാരവും വാങ്ങി ഇവളെ രക്ഷിക്കാൻ വന്നതാണോ നിങ്ങള്? ഞങ്ങളിപ്പോ പറഞ്ഞതെന്താന്ന് ഞങ്ങക്ക് നല്ല ബോധ്യമുണ്ട്. അതിനുള്ള തെളിവുകളും കയ്യിലുണ്ട്. താനേ ആ വീഡിയോ എടുത്താൽ കാണിക്കും.